പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശയ്യ 66:2 കർത്താവ് അരുളി ചെയ്യുന്നു, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കണം. അവരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. പ്രഭാഷകൻ 3:18 നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. നാം എളിമപ്പെട്ട് വിനീതരാകുമ്പോഴാണ് കർത്താവിൻ്റെ കൃപയ്ക്ക് നാം പാത്രമാകുന്നത്. പരിശുദ്ധ അമ്മയുടെ എളിമയെ കർത്താവ് പ്രസാദിച്ചു. പരിശുദ്ധ അമ്മ ഭാഗ്യവതിയായി മാറി. ജെറമിയ 50:31 കർത്താവ് അരുളി ചെയ്യുന്നു, അഹങ്കാരി, ഞാൻ നിനക്ക് എതിരാണ്. നമുക്ക് ദൈവത്തിൽ നിന്നും കൃപ ലഭിക്കാത്തതിന് കാരണം നമ്മുടെ അഹങ്കാരം തന്നെയാണ്. എന്താണ് എളിമ? ദൈവവചനത്തെ വിശ്വസിക്കുന്നതാണ് എളിമ. വിശ്വസിക്കുന്നവർക്ക് കൃപ ലഭിക്കുകയും ചെയ്യും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:45 എലിസബത്ത് പരിശുദ്ധ മറിയത്തോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ അമ്മ ദൈവം പറഞ്ഞ വാക്കുകൾ അതേപടി വിശ്വസിച്ചു. അവൾ ഭാഗ്യവതിയായി മാറി. നമ്മളും ദൈവത്തിൻ്റെ വചനങ്ങൾ വിശ്വസിക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോൾ നാം ഭാഗ്യമുള്ളവരായി മാറും. നമ്മിൽ അവിശ്വാസം കൊണ്ടുവരുന്നത് സാത്താനാണ്. ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും മനുഷ്യ മക്കളെ പിന്തിരിപ്പിക്കുകയാണ് അവൻ്റെ ലക്ഷ്യം. സാത്താൻ കള്ളനെ പോലെയാണ് വരുന്നത്. കള്ളൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനുമാണ്. നമ്മുടെ ആത്മാക്കളെ മോഷ്ടിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കുവാനാണ് സാത്താൻ വരുന്നത്. നമ്മുടെ ആത്മരക്ഷയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ കർത്താവിൻ്റെ പദ്ധതിയെ തകിടം മറിക്കുവാനാണ് സാത്താൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കൊറിന്ത്യസ് 4:4 തിരുവചനം പറയുന്നു, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. റോമ 1:21 തിരുവചനം പറയുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടത്തെ ദൈവവുമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോകുകയും ചെയ്തു. റോമ 1:16 സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവ ശക്തിയാണ്. സാത്താൻ നമ്മെ കബളിപ്പിക്കുന്നത് എങ്ങനെയാണ്? സാത്താന് വേണ്ടത് നമ്മുടെ ആത്മാവിനെയാണ്. നാം പ്രമാണങ്ങൾ ലംഘിക്കുമ്പോൾ സാത്താന് കടന്നു വരാനുള്ള അവസരമൊരുക്കുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട 1-ാം സ്ഥാനം സൃഷ്ടാവിനെ മറന്നുകൊണ്ട് സൃഷ്ടവസ്തുക്കൾക്ക് കൊടുക്കുന്നതാണ് 1-ാം പ്രമാണ ലംഘനം. പണത്തിനും സ്ഥാനമാനങ്ങൾക്കും ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കും ഈ ലോകസുഖങ്ങൾക്കും മക്കൾക്കും ജീവിത പങ്കാളിക്കുമെല്ലാം 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ സാത്താൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട 1-ാം സ്ഥാനം ദൈവത്തിന് തന്നെ കൊടുക്കണം. പാപബോധം ഇല്ലാത്ത അവസ്ഥയിലേക്ക് സാത്താൻ നമ്മെ നയിക്കുന്നു. അസൂയയും അഹങ്കാരവും അതുപോലെ വിദ്വേഷവും പരദൂഷണവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയും നമ്മെ സാത്താൻ കെണിയിൽ വീഴ്ത്താനായി കരുതി വച്ചിരിക്കുന്ന വിവിധ രീതികളാണ്. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു എന്ന് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. നമ്മുടെ രക്ഷയ്ക്ക് തടസ്സം നിൽക്കുന്നത് നമ്മുടെ പാപങ്ങൾ തന്നെയാണ്.
നമുക്ക് പാപബോധവും പശ്ചാത്താപവും തരുന്നത് പരിശുദ്ധാത്മാവാണ്. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാനുള്ള ശക്തി നമുക്ക് തരുന്നതും പരിശുദ്ധാത്മാവാണ്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് ആവശ്യം. സത്യത്തിലും നീതിയിലും ഉറച്ചു നിന്നുകൊണ്ട് ആത്മാവിൻ്റെ വാളായ ദൈവവചനമെടുത്ത് നാം ആത്മീയ സമരം നടത്തണം. വിജയിക്കുന്നവനാണ് നിത്യജീവനിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.